1 കിലോ സ്വർണം മലദ്വാരത്തിനകത്ത് കടത്താൻ ശ്രമിച്ച മലപ്പുറം സ്വദേശിയാണ് എയർപോർട്ടിൽ കസ്റ്റംസ് പൊക്കിയത്. ഈ എയർപോർട്ടിൽ സ്വർണവുമായിട്ട് വരുന്ന സമയത്ത് എയർപോർട്ടിൽ എണ്ണയും പിടിച്ച് 2 ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇവന്മാരുടെ പണി എന്താണെന്ന് വെച്ചാൽ ഈ സ്വർണവുമായിട്ട് വന്ന ആളെ ഈ എണ്ണ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് തോണ്ടിയിട്ട് ആ 1 കിലോ സ്വർണം മലദ്വാരത്തിനകത്ത് നിന്ന് പുറത്തേക്ക് എടുക്കണം. അതാണ് അവന്മാരുടെ പണി. അവരെയും പൊക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ചോദിക്കും, ഇത്രയും റിസ്ക് എടുത്തിട്ട് ഈ സ്വർണം കടത്തിയിട്ട് ഈ സ്വർണം കടത്തുന്ന ആൾക്കാർക്ക് എന്താ കിട്ടുന്നത് നിങ്ങൾ ചോദിക്കും. ഈ സ്വർണം കടത്തുന്ന ആൾക്കാരെ കണ്ടെത്തുന്ന ഏജൻറ്റുമാരുണ്ടല്ലോ, അവർക്കൊരു കമ്മീഷൻ കൊടുക്കണം. സ്വർണം കടത്തുന്ന ആൾക്കാർക്ക് 50,000 രൂപ കൊടുക്കണം. അതുപോലെ എണ്ണയുമായിട്ട് എയർപോർട്ടിൽ കാത്തു നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിനും ഒരു പൈസ കൊടുക്കണം. പിന്നെ ഈ സ്വർണം വിറ്റിട്ട് നാട്ടിൽ പൈസ ആക്കുമല്ലോ, ആ പൈസ ആക്കിയിട്ട് വീണ്ടും പിന്നെ ഇങ്ങോട്ട് എത്തിക്കുന്നതിന് ഉള്ള ആളുകൾക്കൊരു ചാർജ് ഉണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ടാണ് ഈ സ്വർണം കടത്തുന്നതിൻ്റെ ലാഭം അവരുണ്ടാക്കുന്നത്. പക്ഷേ ഈ എണ്ണയുമായിട്ട് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് എത്ര ഉറുപ്പ്യാണ് കൊടുക്കുന്നത് എന്നുള്ളത് ശരിക്കും ഒരു ഐഡിയ ഇല്ല കേട്ടോ. അത് നിങ്ങൾക്ക് ആരെങ്കിലും കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ.